കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. +2 VHSC വിജയിച്ചവർ, ഫുൾ A+ കിട്ടിയവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ റിസൾട്ട് അവലോകനം കഴിഞ്ഞതിന് ശേഷമാണ്. നോക്കൂ, 77.81% ഇപ്രാവശ്യത്തെ റിസൾട്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 1% കുറവാണത്. A+കളുടെ എണ്ണമാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 8000-ലധികം കുറവും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നോക്കൂ, ഇതിനപ്പുറത്ത് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പ്രധാനമായി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 22.19% ആളുകൾ NHS ആണ്, അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. തുടർന്ന് പഠിക്കാൻ അവർക്ക് ഇനി മറ്റു കടമ്പകൾ പോകണം. എന്താണ് ആ കടമ്പ എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് EHS ആയവർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് താഴെ, റിസൾട്ടിന് താഴെ EHS എന്ന് കണ്ടാൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. ആ EHS ആയവർ ഇനി ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളുണ്ട്. ഇന്ന് മുതൽ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. നോക്കൂ, NHS ആയവർ, അതായത് 82,000-ലധികം വരുന്ന ആളുകൾ തൽക്കാലം പരാജയപ്പെട്ടതാ. ഇനി കഴിഞ്ഞു, ഇനി വേണ്ട എന്ന് വെച്ച് പോകേണ്ടവരെല്ലാവരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളത് സംഭവിച്ചിട്ടുണ്ടാവുക. മാർക്ക് കുറഞ്ഞു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും. അത് നമുക്ക് നേടിയെടുക്കാൻ എക്സാം ഉണ്ടെന്നേ. ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമായും പറഞ്ഞത്. വിജയിച്ചവർക്ക് എല്ലാ സന്തോഷവും അറിയിക്കുമ്പോൾ ഇത് പരാജയത്തിലേക്ക് പോകാൻ പല കാരണങ്ങളുണ്ടാവും. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ISL മുംബൈ സിറ്റിയിലെ ഒരു കുട്ടി, പേര് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അവന് അവസരം കിട്ടി. പക്ഷെ ഒരു +2 ഇല്ലാത്തതിൻ്റെ പേരിൽ അവൻ അവസരം നഷ്ടപ്പെട്ടു. പിന്നീട് +2 എഴുതിയെടുത്തതിന് ശേഷമാണ് അവന് ഈ വർഷം കളിക്കുന്നത്. ഇനി എൻ്റെ അടുത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. IAS കാരായ, ACC, അങ്ങനെ തുടങ്ങി പ്രീമിയർ ആയിട്ടുള്ള പല ജോലിയിലെത്തിയവരൊക്കെ പലപ്പോഴായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെന്നേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ഒരു തിരിച്ചുവരവാണ് ഈ 82,000-ഓളം വരുന്ന കേരളത്തിലെ +2 സ്റ്റുഡൻസ് ഇനി ചെയ്യേണ്ടത്. നടക്കുന്ന എക്സാമിലേക്ക് നിങ്ങൾ പോവുക, പരീക്ഷ എഴുതി വിജയിക്കുക. A+ കിട്ടിയ എല്ലാവർക്കും, അതുപോലെ നന്നായി മാർക്ക് മേടിച്ചവർക്കും ഒക്കെ എല്ലാവിധ കരിയർ മാപ്പിംഗ് TVയുടെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. ബയോയിൽ പോയി നിങ്ങൾ മറ്റു വീഡിയോകൾ കാണുക.